മകളെ, കുരുക്ഷേത്ര യുദ്ധഭൂമിയെ രക്തപങ്കിലമാക്കിക്കൊണ്ട് കൗരവ-പാണ്ഡവ യുദ്ധം രാത്രിയിലും തുടരുകയാണ്. രണ്ടു പക്ഷത്തുമുള്ള മഹാരഥന്മാരായ ധാരാളം പേർക്ക് ജീവൻ നഷ്ടമായി. പാണ്ഡവപക്ഷത്തിന് കുറേ ജീവിതങ്ങൾ ഹോമിക്കേണ്ടി വന്നെങ്കിലും വിജയം അവർക്കായിരുന്നു. കട്ട പിടിച്ച ഇരുട്ടിൽ ഇരുപക്ഷക്കാർക്കും പരസ്പരം തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ പോലും വധിക്കേണ്ടി വന്നു. യുദ്ധഭൂമിയിൽ കബന്ധങ്ങൾ കുന്നുകൂടി. കൈകാലുകൾ പലയിടങ്ങളിലും ചിതറിക്കിടന്നു. കങ്കണവും തോൾവളയും അണിഞ്ഞ കൈകൾ ആരുടേതാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. മനോഹരമായ പാദുകങ്ങൾ ധരിച്ച കാലുകൾ ഏതോ മഹാരഥന്മാരുടേതാണ്. സേവകന്മാരും സൈനികരും വലിച്ചെറിഞ്ഞ തീപ്പന്തങ്ങളിൽ നിന്ന് ജഡങ്ങളുടെ വസ്ത്രങ്ങളിലേക്ക് തീ പടർന്നു. ഭൂമി രക്തത്തിൽ കുതിർന്നും ചിലയിടങ്ങളിൽ ചാലുകൾ പോലെ രക്തം ഒഴുകിക്കൊണ്ടുമിരുന്നു. ദേവാസുര യുദ്ധം പോലും ഇത്രയും ക്രൂരമായിരുന്നില്ല. യുദ്ധത്തിൻ്റെ പുതിയ പരിണാമങ്ങൾ എന്തെല്ലാമാണെന്ന് അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിച്ചു. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ദ്രോണരും കർണനും ചേർന്ന് സാത്വികിയെയും ധൃഷ്ടദ്യുമ്നനെയും തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്യുകയായിരുന്നു. ദ്രോണരുടെ ദയവില്ലാത്ത ആക്രമണത്തെ ഭയന്ന് പാഞ്ചാല സൈന്യം പിന്നോക്കം പോകാൻ ആരംഭിച്ചു. ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, സാത്വികയുടെയും ധൃഷ്ടദ്യുമ്നൻ്റെയും സൈന്യം പിന്മാറുകയാണ്. ദ്രോണരോടും കർണനോടും എതിരിടുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ജീവഭയത്താൽ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇരുവരും ചേർന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പാണ്ഡവ സേനയിലെ ധീരന്മാരായ പോരാളികളെ, നിങ്ങൾ മടങ്ങി വരൂ. ഞങ്ങൾ വ്യൂഹം ഉണ്ടാക്കി ദ്രോണാചാര്യരെയും കർണനെയും തടയാം. നിങ്ങളൊപ്പം നിന്നാൽ മാത്രം മതി. ഈ സമയത്ത് ഒരു കൂട്ടം സൈനികരുമായി ഭീമസേനനും അവിടെ എത്തിച്ചേർന്നു. മഹാരാജാവേ, പിന്നെ അവിടെ ക്രൂരമായ യുദ്ധമാണ് നടന്നത്. ഇരുളിന് കനമേറി വന്നു. ശരമയക്കുന്ന ഓരോ മഹാരഥന്മാരും അവരുടെ പേരുകൂടി പറഞ്ഞുകൊണ്ടാണ് അവ വിക്ഷേപിച്ചത്. ചെറിയൊരു പ്രകാശം കടന്നു വന്നാൽ സൈനികർ അവിടേക്ക് പാഞ്ഞെടുത്ത് യുദ്ധം ചെയ്തു. രാജാവേ, ഇതിനിടയിൽ കർണൻ ധൃഷ്ടദ്യുമ്നൻ്റെ മാറിൽ ഒരു ശരം എയ്തു തറച്ചു. അപ്പോൾ തന്നെ പാഞ്ചാലകുമാരൻ അതിന് പകരവും വീട്ടി. എന്നാൽ കർണൻ്റെ ശരമേറ്റ് ധൃഷ്ടദ്യുമ്നൻ്റെ തേർക്കുതിരകൾ ചത്തുവീഴുകയും സാരഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാഞ്ചാലൻ ഒരു കുന്തമെറിഞ്ഞ് കർണൻ്റെ കുതിരകളെ വധിച്ചു. ധൃഷ്ടദ്യുമ്നൻ സഹദേവൻ്റെ രഥത്തിൽ കയറി. കർണൻ്റെ സാരഥി പുതിയ അശ്വങ്ങളെ രഥത്തിൽ ബന്ധിച്ചു. ആ രഥത്തിലേറി കർണൻ ശത്രുസംഹാരം തുടർന്നു. പാഞ്ചാല സൈന്യവും സൃഞ്ജയന്മാരും ജീവഭയത്താൽ പിന്തിരിഞ്ഞോടി. അവരെ പിന്തുടർന്ന് കർണൻ ശരമഴ തൂകി. സൈനികർ ആർത്തനാദത്തോടെ പിന്തിരിഞ്ഞോടുന്നത് യുധിഷ്ഠിരനെ ദുഃഖിപ്പിച്ചു. അപ്പോൾ സമീപമെത്തിയ അർജുനനോട് അദ്ദേഹം പറഞ്ഞു, വിജയ, സൈന്യം ഭയന്ന് പിന്മാറുന്നത് കണ്ടില്ലേ? ഇപ്പോൾ അവരുടെ ബന്ധുവും സംരക്ഷകനും നീ മാത്രമാണ്. കർണൻ അവരെ പിന്തുടർന്ന് ശിക്ഷിക്കുകയാണ്. കർണനെ വധിക്കാൻ എന്തെങ്കിലും ഉപായം ഉടൻ കണ്ടെത്തണം. യുധിഷ്ഠിരൻ്റെ ആജ്ഞ കേട്ട് പാർത്ഥൻ സാരഥിയോട് പറഞ്ഞു, കൃഷ്ണ, യുധിഷ്ഠിര രാജാവ് ആകെ ഭയന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ആചാര്യൻ പാണ്ഡവ സേനയെ അരിഞ്ഞു വീഴ്ത്തുന്നു. മറ്റൊരു ഭാഗത്ത് കർണൻ അയാളെ ഭയന്നോടുന്ന ആൾക്കാരെ പിന്തുടർന്ന് വീഴ്ത്തുന്നു. ഇത് അനുവദിക്കാൻ പാടില്ല. അങ്ങ് രഥം കർണൻ്റെ സമീപത്തേക്ക് നയിച്ചാലും ഒന്നുകിൽ ഞാൻ കർണനെ വധിക്കണം, അല്ലെങ്കിൽ ഞാൻ അയാളുടെ ശരത്താൽ മരിക്കണം. ഇതിനൊരു തീരുമാനം ഉടൻ ഉണ്ടാകണം. ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, കർണനെ എതിർക്കാൻ നീയും ഘടോൽക്കജനുമല്ലാതെ മറ്റാരും നമ്മുടെ കൂട്ടത്തിലില്ല. കർണന് ദേവേന്ദ്രൻ നൽകിയ ഉജ്ജ്വലപ്രഭയുള്ള ശക്തി നിനക്കു നേരെ പ്രയോഗിക്കാൻ കരുതി വച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശക്തിശാലിയായ ഘടോൽക്കജന് കർണനെ നേരിടാനാകും. അവൻ്റെ കൈവശം കൂടുതൽ ദിവ്യവും രാക്ഷസീയവും ആസുരവുമായ ആയുധങ്ങളുണ്ട്. അവയാൽ ഘടോൽക്കജന് കർണനെ വധിക്കുവാൻ കഴിയും. അർജുനൻ വിളിച്ചതനുസരിച്ച് ഘടോൽക്കജൻ എത്തി പ്രണമിച്ചുകൊണ്ട് കൃഷ്ണനോട് ചോദിച്ചു, ആര്യ, ആജ്ഞാപിച്ചാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൃഷ്ണൻ പറഞ്ഞു, പുത്രാ ഘടോൽക്കജ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. നിനക്ക് വഴങ്ങാത്ത ആയുധങ്ങളുമില്ല. നീയാണെങ്കിൽ രാക്ഷസീയമായ മായാപ്രയോഗങ്ങൾക്ക് നിപുണനുമാണ്. നോക്കൂ, നീ കാണുന്നില്ലേ, വേട്ടനായ്ക്കൾ ഗോക്കളെ ഭയപ്പെടുത്തി ഓടിക്കും പോലെ കർണൻ പാണ്ഡവ സൈന്യത്തെ പിന്തുടരുകയാണ്. നമ്മുടെ പ്രമുഖന്മാരായ മഹാരഥന്മാരെയൊക്കെ അവർ വധിച്ചു കഴിഞ്ഞു. ഇത് നിന്റെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. കർണനെ തടയുവാൻ നീയും പാർത്ഥനുമല്ലാതെ മറ്റാരുമില്ല. ദിവ്യാസ്ത്രങ്ങൾ ധാരാളമായി വശമുള്ള നിനക്ക്
കർണനെ വധിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ദൃഷ്ടദ്യുമ്നനും കൂട്ടരും ചേർന്ന് ദ്രോണരെ തടഞ്ഞുകൊള്ളും. കൃഷ്ണന് ശേഷം അർജുനൻ പറഞ്ഞു, മകനെ ഘടോൽകജ, നിന്നെയും സാത്വികയെയും ഭീമസേനനെയുമാണ് നമ്മുടെ സൈന്യത്തിലെ പ്രമുഖന്മാരായി കരുതിയിട്ടുള്ളത്. നിനക്ക് കർണനെ വധിക്കുവാൻ കഴിയും. സാത്വികി പിന്നിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊള്ളും. അപ്പോൾ ഘടോൽകജൻ പറഞ്ഞു, പാണ്ഡവശ്രേഷ്ഠ, അങ്ങാജ്ഞ നൽകിയാൽ ഈ രാത്രിയിൽ ഞാൻ കർണനെയും ദ്രോണരെയും വധിക്കും. ഈ കൗരവ സൈന്യത്തെ ഒന്നാകെ നേരിടാൻ ഞാൻ മാത്രം മതി. എൻ്റെ രാക്ഷസീയ ശക്തിയാൽ ആ സൂതപുത്രനോട് ഞാൻ ചെയ്യുന്ന യുദ്ധം ഭൂമിയുള്ളിടത്തോളം കാലം എനിക്ക് കീർത്തി നൽകുന്നതായിരിക്കും. സഞ്ജയൻ തുടർന്നു, രാജാവേ, കൗരവപ്പടയെ മുഴുവൻ ഭയത്തിൽ ആഴ്ത്തുന്ന വിധത്തിൽ അലറിക്കൊണ്ട് ഭീമപുത്രൻ കർണൻ്റെ പിന്നാലെ ചെന്നു. കർണൻ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു. ഇരുവരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. ഘടോൽകജൻ കർണനുമായി ഏറ്റുമുട്ടുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു, അനുജ, ഘടോൽകജൻ കർണനുമായി ഏറ്റുമുട്ടുകയാണ്. നീ വേഗം ഒരു വലിയ സൈന്യവുമായി ചെന്ന് കർണനെ സഹായിക്കണം. രാക്ഷസസേന എമ്പാടും എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ശക്തമായ മറുപടി കൊടുത്തിട്ട് മടങ്ങി വരൂ. അപ്പോൾ ജഡാസുരൻ്റെ പുത്രനായ അലംബുഷൻ ദുര്യോധനനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ആജ്ഞ നൽകിയാൽ അങ്ങയുടെ ശത്രുക്കളെ മുഴുവൻ ഞാൻ വകവരുത്താം. ഞാൻ ജഡാസുരൻ്റെ പുത്രനാണ്. നീചരായ പാണ്ഡവർ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ വധിച്ചത്. അതിനാൽ അവരെ ശിക്ഷിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദയവായി എനിക്ക് ആജ്ഞ തന്നാലും. രാജാവേ, അപ്പോൾ അങ്ങയുടെ പുത്രൻ പറഞ്ഞു, അലംബുഷ, നിനക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു. പാണ്ഡവരെ മുഴുവൻ വധിക്കുവാൻ ഞാനും കർണനും ദ്രോണരുമുണ്ട്. നീ ആ ഘടോൽകജനെ മാത്രം വധിച്ചാൽ മതി. ആജ്ഞ ലഭിച്ച ഉടൻ തന്നെ അലംബുഷൻ ഘടോൽകജനെ പോരിന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് ചെന്നു. അയാൾ വിചിത്രങ്ങളായ അസ്ത്രങ്ങൾ ഘടോൽകജന് നേരെ അയക്കുവാൻ ആരംഭിച്ചു. ഒപ്പം തന്നെ പാണ്ഡവ സൈന്യത്തെയും അയാൾ ആക്രമിച്ചു. രാജാവേ, ഘടോൽകജൻ്റെ അസുര ശരങ്ങളേറ്റ് മുറിവേറ്റ ശരീരവുമായി അങ്ങയുടെ സൈന്യം പന്തങ്ങൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. എന്നാൽ ഘടോൽകജൻ ഒരേ സമയം ഒറ്റയ്ക്ക് തന്നെ കർണനെയും അലംബുഷനെയും കൗരവ സൈന്യത്തെയും ശിക്ഷിക്കുവാൻ തുടങ്ങി. അലംബുഷൻ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ഘടോൽകജൻ സിംഹനാദം മുഴക്കിക്കൊണ്ട് അലംബുഷൻ്റെ സാരഥിയെയും കുതിരകളെയും വധിച്ചിട്ട് അലംബുഷൻ്റെ ആയുധങ്ങളെല്ലാം തകർത്തെറിഞ്ഞു. ഘടോൽകജൻ്റെ മുഷ്ടിപ്രഹരമേറ്റ് അലംബുഷൻ നിലംപതിച്ചു. അയാൾ ഘടോൽകജൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഘടോൽകജനെ നിലത്ത് വീഴ്ത്തി ചവിട്ടുവാൻ ആരംഭിച്ചു. എങ്കിലും അയാൾക്ക് അധികനേരം അത് തുടരാനായില്ല. രാജാവെ, ഇരുവരും രാക്ഷസവംശജരായിരുന്നതിനാൽ മായാവിദ്യകൾ പ്രയോഗിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുക തന്നെ ആയിരുന്നു. ഒരു വേള ഇരുവരും മായയിൽ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്തു. ഇരുവരുടെയും മായായുദ്ധം കാണുവാൻ ദേവന്മാർ ആകാശത്ത് നിരന്നു. ഒരുവൻ സർപ്പമായപ്പോൾ അപരൻ ഗരുഡനായി പ്രത്യക്ഷപ്പെട്ടു. അലംബുഷൻ കാർമേഘമായി രൂപമെടുത്തപ്പോൾ ഭീമപുത്രൻ കൊടുങ്കാറ്റായി മേഘങ്ങളെ തൂത്തെറിഞ്ഞു. പരസ്പരം വധിക്കുവാനുള്ള മോഹവുമായി ഇരുവരും വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അന്യോന്യം പ്രഹരിക്കുവാൻ തുടങ്ങി. അവരുടെ യുദ്ധം ഒരു പോരാടലിനേക്കാൾ മായാവൈഭവങ്ങൾ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു പ്രകടനമായി പരിണമിച്ചു. രാജാവെ, ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഇരുവരെയും തളർച്ച ബാധിച്ചതായി തോന്നിയതേയില്ല. ഘടോൽകജൻ വളരെ ഉയരത്തിലേക്ക് ചാടി ഒരു പരുന്തിനെ പോലെ താഴേക്ക് കുതിച്ചു. വായുവിൽ നിന്നുകൊണ്ട് തന്നെ അവൻ അലംബുഷനെ ചുരുട്ടിയെടുത്ത് നിലത്തടിച്ചു. അസ്ഥികൾ നുറങ്ങി അലംബുഷൻ നിശ്ചലനായി. ഘടോൽകജൻ തൻ്റെ വാളിനാൽ അലംബുഷൻ്റെ ശിരസ് അറുത്തു. രക്തം പ്രളയം പോലെ ഒഴുകുന്ന ആ ശിരസ് തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഘടോൽകജൻ ദുര്യോധനൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അത് അങ്ങയുടെ പുത്രൻ്റെ രഥത്തിൽ ചെന്ന് വീണു. ഉറക്കെ ഗർജിച്ചുകൊണ്ട് ഘടോൽകജൻ വിളിച്ചു പറഞ്ഞു, ഇതാ കിടക്കുന്നു നിന്റെ ആശ്രിതൻ. ഇവനെ ഞാനാണ് വധിച്ചത്. ഇനി നിൻ്റെയും കർണൻ്റെയും ഒക്കെ വിധി ഇത് തന്നെയായിരിക്കും. ധൃതരാഷ്ട്രർ തിടുക്കത്തിൽ ചോദിച്ചു, സഞ്ജയ, ആ ഭീമപുത്രൻ്റെ ധിക്കാരത്തിന് എൻ്റെ മകൻ എന്തു മറുപടി കൊടുത്തു? സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, ദുര്യോധനൻ്റെ മുഖം വിവർണമായിരുന്നു. പക്ഷേ ഘടോൽകജൻ ശക്തമായ ശരങ്ങൾ തൂക്കിക്കൊണ്ട് കർണനെ നേരിട്ടു. മനുഷ്യനും രാക്ഷസനും തമ്മിൽ അതിഘോരമായ യുദ്ധം ആരംഭിച്ചു. ധൃതരാഷ്ട്രർ വീണ്ടും ചോദിച്ചു, സഞ്ജയ, ആ പാതിരാത്രിയിൽ നടന്ന മനുഷ്യ രാക്ഷസ യുദ്ധത്തിൽ ഭീമപുത്രൻ ഏത് വിധത്തിലാണ് കർണനെ നേരിട്ടത്? അവൻ്റെ രൂപം എന്തായിരുന്നു?
അവൻ്റെ രഥം ഏത് വിധത്തിലായിരുന്നു? എന്തെല്ലാം ആയുധങ്ങളാണ് അവൻ്റെ പക്കലുണ്ടായിരുന്നത്? മഹാരാജാവേ, എല്ലാം വിശദമായി പറയാം, കേട്ടോളൂ. ധൃതരാഷ്ട്രർ കർണഘടോൽക്കജ യുദ്ധം ഏത് വിധത്തിൽ നടന്നുവെന്നറിയുവാൻ സഞ്ജയൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.